ഹലോ ഗായ്സ്, വെൽക്കം. ഞാൻ ഇന്ന് ഒരു ഗ്ലിച്ച് ഫോർമേഷൻ, ഒരു വേറെ ലെവൽ ഫോർമേഷൻ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ മല്ലു പെസ്റ്റ് മാസ്റ്ററൊക്കെ കാണിച്ചു തന്ന ഒരു ഫോർമേഷനാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ഫോർമേഷനാണ്. ഒരു രക്ഷയില്ല പറഞ്ഞാൽ അടിപൊളി ഫോർമേഷനാണ്. ഇത് വെച്ചിട്ട് തന്നെ ഇപ്പോൾ കളിക്കലുള്ളൂ. നമ്മളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കൊക്കെ പൊട്ടിപ്പോവും. അതായത് ബാക്ക് 3 CB ഉള്ളൂ, 2 വിങ്ങിലുള്ള ഒരു ഗ്യാപ്പ്. പക്ഷെ അതൊന്നും ഇവിടെ എഫക്റ്റ് ചെയ്യൂല. അത്രയും അടിപൊളി വേറെ ലെവൽ ഫോർമേഷനാണ്. ഞാനിതന്നെ ഇപ്പോൾ യൂസ് ചെയ്യലുള്ളൂ. ഞാൻ ഇതിന് മുമ്പ് വേറെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലേനും, പക്ഷെ അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ലോസ് എനിക്ക് വരാറുണ്ട്. ഒരു ഫോർമേഷൻ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വരുന്നത്. നമ്മളെ 4-1-2-3 ആണ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു ഫോർമേഷനാണ്. പക്ഷെ എന്നാലും ആ സെൻറ്ററിലുള്ളൊരു ഗ്യാപ്പ് കൊണ്ട് ഒഴിവുണ്ടായത് കൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് വരാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാം. വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആ മല്ലു പെസ്റ്റ് മാസ്റ്ററിൻ്റെ ആ ഒരു ഫോർമേഷന് 3-3-1-3 യൂസ് ചെയ്യാൻ തുടങ്ങിയ മുതൽ പിന്നെ അൺസ്റ്റോപ്പബിളാണ്. ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഡിവിഷൻ 1-ലാണ്. ഡിവിഷൻ 1-ൽ റാങ്കിങ് 4940, റേറ്റിംഗ് ഇപ്പോൾ 1906-ലാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 89 വിൻസ് 30 ലൂസസ്. 30 ലൂസസ് ഇതിലല്ല. ഞാൻ മറ്റേ ഫോർമേഷൻ വെച്ച് കളിക്കുമ്പോൾ 25 ലൂസ് എനിക്ക് അതിൽ കിട്ടി. പക്ഷേ ഈ ഫോർമേഷൻ ഞാൻ വെച്ച് കളിക്കാൻ തുടങ്ങിയ മുതൽ എനിക്ക് 5 ലോസേ വന്നിട്ടുള്ളൂ. അതന്നെ ഹൈ റാങ്കിങ്ങിലുള്ള ആൾക്കാരായിട്ട് ആണ് ഞാൻ തോറ്റത്. ബാക്കിയൊക്കെ ഞാൻ അൾട്ടിമേറ്റ് വിന്നാണ്. കറക്റ്റ് അടിപൊളി സ്കോഡ് പറഞ്ഞാൽ രക്ഷയില്ലാത്ത സ്കോഡാണ്. സുഖമായിട്ട് ഡിവിഷൻ 1-ലേക്ക് റീച്ച് ചെയ്യാൻ പറ്റിയൊരു സ്കോഡാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗെയിം പ്ലേയും നിങ്ങൾക്ക് നല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവർ സ്കില്ല് വേണമെന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ട്. അത് നിങ്ങൾ പെസ്റ്റ് മാസ്റ്ററിൽ ഏകദേശം കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാലും എൻ്റെ സ്ക്വാഡ് ഞാൻ അത്യാവശ്യം നല്ല പൈസ പൊട്ടിച്ചിട്ടെടുത്ത സ്ക്വാഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഫണ്ട് ഇറങ്ങി. ആ ടൈമിലൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ AMF ഇപ്പോൾ ബ്രഹീം ഡിയാസ് അടിപൊളി പറഞ്ഞാൽ അടിപൊളി. നമുക്ക് 300 അപ്പിയറൻസിൽ 100 ഗോൾസ്. ബ്ലിറ്റ്സ് കേളറാണ്. അപ്പോൾ അതേപോലെ ഫോർവേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3 CF-നെ തന്നെ യൂസ് ചെയ്യണം. 3 ഗോൾ പോച്ചേഴ്സാണ്. അത്ര അടിപൊളി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഡെംബലെ ഗോൾ പോച്ചറാണ്, മാർട്ടിനസും ഗോൾ പോച്ചറാണ്, ഡെൽപീറോ ഫോക്സ് ഇൻ ദ ബോക്സാണ്. അപ്പം 3 ഗോൾ പോച്ചേഴ്സ് അത്ര അടിപൊളി. ഇതും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പൊതുവേ ഡെംബലേക്ക് പകരം ബാറ്റിസ്റ്റൂട്ടിനെ ഉപയോഗിക്കൽ. ഇപ്പോൾ ഡെംബലെ വന്നപ്പോൾ ഞാൻ അവനെ ഇറക്കി നോക്കുന്നതാണ്. രണ്ടാളും അടിപൊളിയാണ്. എനിക്ക് ബാറ്റിസ്റ്റൂട്ടൊക്കെ വേറെ ലെവൽ ഫിനിഷിങ്ങാണ്. ഒരു രക്ഷയില്ലാത്ത ഫിനിഷിങ്. അപ്പോൾ ഇനിയിപ്പോൾ മിഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ സ്പീഡി പ്ലെയേഴ്സാണ്. ഇനിയിപ്പോൾ മെക്കല്ലയിലൊക്കെ വേറെ ലെവലാണ്. മെക്കല്ലയിലെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അതേപോലെ കാൻ്റെ ആണെങ്കിലും അടിപൊളിയാണ്. റൈഗാർഡ് ആണെങ്കിലും ഇങ്കപ്ലേയിൽ അടിപൊളിയാണ് റൈഗാർഡ്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നെസ്റ്റ് അത്യാവശ്യം സ്പീഡും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ ബെർഗോമി ആണെങ്കിലും കോസ്റ്റക്കോട്ട് ആണെങ്കിലും സ്പീഡിയാണ്. ഇപ്പോൾ ഇത് ഡിഫൻസീവിൽ നമ്മൾ നെസ്റ്റനെ ഇടുക, ആങ്കറിങ്ങിലും ഡീപ്പ് ലൈനിലും മെക്കലേനെ ഇടുക, കൗണ്ടർ ടാർഗറ്റിൽ നമ്മളൊരു ഫോർവേഡിനെ ഇടുക. ഞാൻ ഏകദേശം പറഞ്ഞു തന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടതാണ് നിങ്ങൾ ഈ വീഡിയോ മല്ലു പെസ്റ്റ് മാസ്റ്റർ എടുത്ത്. എന്നാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞു തരാണ്. അടിപൊളി പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലാനാണിത്. 3-3-1-3 ഇതേപോലെ യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ. അടിപൊളിയാണ്. എല്ലാ സ്ഥലത്തും കവർ ചെയ്ത് നല്ല ഡിഫൻസും കിട്ടും, നിങ്ങൾക്ക് നല്ല ഫോർവേഡും കിട്ടും, നല്ല പാസിങ്ങുള്ള ആളെ AMF-ലും കൊടുക്കുക കാര്യങ്ങൾ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.